കൈക്കും കഴുത്തിനുമെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു. കൈയും കഴുത്തും ഇരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ് അവിടെ നിർത്തിയ വിവരം. അതിക്രൂരമായ രീതിയിലുള്ള കടന്നാക്രമമാണ് അവിടെ. ഇദ്ദേഹം മറ്റേ വണ്ടാന ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടന്ന ഒരു ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് ഇതുപോലെ വയറിനകത്ത് കത്രിക കുടുങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒരാഴ്ചയുള്ള അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അന്ന് ഇദ്ദേഹം പറഞ്ഞതെന്നറിയാം, രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്. കേരളത്തിൽ ഒരുപാട് ഈ പറയുന്ന ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നോ രണ്ടോ മിസ്റ്റേക്കുകളൊക്കെ വരാം, സ്വാഭാവികം. ഒറ്റപ്പെട്ട സംഭവം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പെടലി വിളിക്കാൻ ഇത്രയും കൂടുതൽ വിഷമിച്ച് വയലിൻ്റെ ഇത് വായിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ ഗോവിന്ദൻ മന്ത്രി പറഞ്ഞാൽ നിങ്ങൾ ഫീൽഡ് മാറിയാണ് ചവിട്ടിയത്, പക്ഷേ നിങ്ങൾക്ക് പറ്റിയതെന്ന് പറയുമ്പോഴത്തേക്കും സിനിമ ഫീൽഡാണ്. ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്രാപനം വേറെ ഉണ്ട്, കാണിച്ചു തരാം അത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞല്ലോ ഒറ്റപ്പെട്ട കേസെന്ന് പറഞ്ഞല്ലോ, ഒറ്റപ്പെട്ട കേസല്ല. ഏകദേശം 50ഓളം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ഫാൾട്ടിൻ്റെ പുറത്ത്. റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തും വേണ്ടി കേസുകൾ കാണുമായിരിക്കും ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാത്തതും, ഈ പൈസ കൊടുത്ത് സെറ്റിലാക്കിയത്, എന്തും എല്ലാം കാര്യങ്ങൾ കാണും. അപ്പോൾ നമുക്കറിയത്തില്ല, ഒറ്റപ്പെട്ട കേസെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അഭിനയം പറയണ്ടല്ലോ, കണ്ടല്ലോ എന്തൊരു അഭിനയം. മോഹൻലാലിനെ തോപ്പിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇനിയിപ്പം അടുത്ത ആക്ടിങ്ങിലേക്ക് നമുക്ക് വരാമേ. കഴുത്തൊളിക്കാനാണ് ട്രിപ്പ്, വെന്റിലേറ്റർ, എന്തൊക്കെ സെറ്റപ്പോ. സത്യം പറയാൻ ഞാൻ ഇവരുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ കരുതിയെന്താണെന്നറിയോ, വല്ല ട്രെയിൻ ഇടിച്ചതോ വല്ല മരത്തിൻ്റെ മുകളിലങ്ങാണ്ട് വലിഞ്ഞു കയറിയപ്പോൾ തറയി വീണങ്ങാണ്ട് എവിടാണ്ടൊക്കെ ഒടിഞ്ഞെന്ന കണ്ടാണ് ഞാൻ വിചാരിച്ചത്. ഇത് പിന്നാണ് ഞാൻ ഈ ന്യൂസ് കാണുന്ന ഏത് KSI പ്രവർത്തകർ ഇവരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചപ്പോഴങ്ങാണ്ടാണ് ഈ സംഭവം. പക്ഷേ ഫേക്കാണ്, നാടകമാണ്. അതാ പറഞ്ഞത്. ഇവർക്ക് നെക്സ്റ്റ് കൊടുക്കണം സ്റ്റേറ്റ് അവാർഡല്ല, മറ്റേ ഓസ്കാർ കൊടുക്കണം ഇവർക്ക്. ഓസ്കാർ അവനും വേണ്ടിയുള്ള അഭിനയമല്ലേ കാണിച്ചു കൂട്ടുന്നത്. എന്ത് കാര്യത്തിന് ആരെ കാണിക്കാൻ ഭയം കിട്ടച്ച് പോണം. വേറെ പണിയൊന്നും ഇല്ല ആരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ആരോഗ്യമന്ത്രിയല്ലേ. ഇതുപോലെ തന്നെ എൻ്റെ ഇതുപോലല്ല, ഇത് ആക്ടിങ് അല്ലേ. അപ്പോൾ എൻ്റെ ഇതുപോലെ പെടലി ഒരു വട്ടം ഇതുപോലെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള താലൂക്ക് ആശുപത്രി വന്നപ്പോഴത്തേക്ക് കരുനാപ്പള്ളി ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ 2 ഈ പറയുന്ന പെയിൻ കില്ലറും തന്ന്, എന്നിട്ട് പറഞ്ഞ് രാത്രി കിടക്കാൻ ചേർത്ത് ചൂടുവെള്ളം തൊട്ട് തുണി വെച്ച് മുക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളതുപോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പെടലിട മാറി. പക്ഷേ ഇതൊരുമാതിരി അല്ല, ഫ്ലൈറ്റിൽ നിന്നൊക്കെ പാറച്ചൂട്ട് വഴിയൊക്കെ ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്ത അവസ്ഥയില്ലേ, മിസ്റ്റേക്കൊക്കെ പറ്റി തളർന്നു പോകുന്നത്, അതുപോലൊക്കെ കൊണ്ടുപോകുന്നു ഇവരെ. എന്ത് കാര്യത്തിൽ കേരള വിധി എഴുതും, ഉടനെ വിധി എഴുതണം. എല്ലാവരും കൂടെ കുത്തി കൊടുത്തതല്ലേ, അനുഭവിച്ചോ. ഇനി ഇതെങ്ങനെ ഈ പെടൽ എങ്ങനെ ആയെന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അതെവിടെയാ വീഡിയോ? കൈവിട്ട പ്രതിഷേധമോ എന്നതാണ് ചോദ്യം. 2 കാര്യങ്ങൾ ആദ്യം പറയണം. ഒന്ന്, ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് KSUവിന്റെ പ്രവർത്തകരുടെ കൈ വീണ ജോർജിന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നതായിട്ട് ഒരിടത്തും നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന, ഈ നിമിഷം വരെ വന്നിരിക്കുന്ന ദൃശ്യങ്ങളിലില്ല. സത്യമാണ്. KSU പ്രവർത്തകർ അവരെ പ്രതിഷേധിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവരെ പ്രൊട്ടക്ഷൻ നിൽക്കാനുള്ള പോലീസുകാർ അവരെ തടയുന്നുണ്ട്. അവരുടെ കൈ ഒരു കാരണവശാലും മിനിസ്റ്റർ വീണ ജോർജിൻ്റെ ശരീരത്തെ തൊടാൻ അനുവദിച്ചിട്ടില്ല പോലീസ്. പക്ഷേ പെടലി എങ്ങനെ ഇങ്ങനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉത്തരവില്ല. കാണണ്ടേ. 3 ക്യാമറകൾ ഉണ്ടായിരുന്നു. ആ 3 ക്യാമറകളിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മൾ പരിശോധിച്ചു. മറ്റ് ചാനലുകളുടെ ഫീഡുകളും നമ്മൾ പരിശോധിച്ചു. അതിൽ KSU നേതാക്കൾ വീണയുടെ തൊട്ടടുത്തെത്തി വീണയുടെ ശരീരത്തിൽ കൈവയ്ക്കുന്ന, മിനിസ്റ്ററുടെ ശരീരത്തിൽ കൈവയ്ക്കുന്ന ഒരു രംഗം പോലും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിലില്ല. ഇനി പുറത്തു വരേണ്ടത് RPFന്റെ നിയന്ത്രണത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളാണ്. അതിതുവരെയും പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരുമ്പോൾ മാത്രമേ ഏതെങ്കിലും തരത്തിൽ KSU പ്രവർത്തകർ നേരിട്ട് മന്ത്രിയുടെ ശരീരത്തിൽ സ്പർശിച്ച് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടോ എന്നത് തിരിച്ചറിയാൻ സാധിക്കും. ഫാക്ട് നമ്പർ 1, നിലവിൽ KSU ഇനിയിപ്പോൾ RPFന്റെ അണ്ടറിൽ വരുന്ന CC ക്യാമറ ചെക്ക് ചെയ്താലും, ഇനിയിപ്പോൾ ആരെങ്കിലും അവിടെ നിന്നുണ്ട് എടുത്ത ക്യാമറകൾ ചെക്ക് ചെയ്താൽ പോലും ഒരു രക്ഷയില്ല. കാര്യം ഇല്ലാത്ത സാധനം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അല്ലെ പിന്നെ ജെമിനി ചേച്ചി വിചാരിക്കണം. ഇനിയിപ്പോൾ ജെമിനി ചേച്ചി എടുത്ത് മൊത്തം ഇത്രയും പ്രൊമോട്ടൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഇനി ഇതുപോലെ പെടലിക്ക് അടിക്കുന്നതായിട്ട് വല്ലതുള്ള പ്രൊമോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഈ സാധനം ചെയ്യിപ്പിക്കണം, അടിക്കുന്ന വീഡിയോ ആയിട്ട്.
അല്ലാതെ ഇതോ ഈ പറയുന്ന ഒരു വീഡിയോസിനകത്തും ഞാൻ കണ്ടില്ല ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിൻ്റെ ശരീരത്തിൽ KSU പാർട്ടിക്കാർ കൈവയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ മാത്രമല്ല, ആരും കണ്ടിട്ടില്ല. അതാണല്ലോ ഇപ്പോൾ ഓൾറെഡി KSU പാർട്ടിക്കാർ ഓൾറെഡി പറഞ്ഞത്. ഈ വീഡിയോ അവരുടെ ശരീരത്തിൽ തൊടുന്ന വീഡിയോ ആര് കാണിച്ചു തരുന്നു അവർക്ക് 1 ലക്ഷം രൂപയോ 1 പവൻ്റെ സ്വർണ്ണം അങ്ങാണ്ട് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം ഒരു അഭിനേതാക്കളാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വർഷമായിട്ട് പല കാലങ്ങളായിട്ട് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ജനങ്ങളുടേത്. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കളി മറ്റേ ഗോവിന്ദാറിന് പറ്റിയ ഒരു എതിരാളിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഏത് മന്ത്രിയായത്, ആരോഗ്യമന്ത്രി. അതുവരെ കുഴപ്പമില്ല. ആ ഒരു വീഡിയോ ഉണ്ടാകും. ഈ പ്രതിഷേധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോഴൊന്നും പെടൽ ഇങ്ങനെ അല്ല ഇരിക്കുന്ന, നേരെ തന്നെയാണ് അവിടെ നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്ത് പറ്റിയെന്നാണ് ആർക്കും അറിയാത്ത. ഇത് ആ വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഒന്നും പറയില്ല പ്ലീസ്, നീ പ്രകോപിക്കില്ല പ്ലീസ്, പ്രകോപിക്കില്ല പ്ലീസ്, പ്രകോപിക്കില്ല പ്ലീസ്. ഈ പ്രതിഷേധം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം നമ്മൾ കണ്ടത്. അതുവരെ മന്ത്രി വീണ ജോർജിന് യാതൊരു കുഴപ്പമില്ല, പെടലി എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്ത് പറ്റിയെന്നറിയത്തില്ല. ഇപ്പോൾ പോകുന്ന വഴി വല്ല വണ്ടി എന്ന് പറഞ്ഞാൽ തെറിച്ച് വല്ലതും വീണം, അതോ ഇനി അവിടെങ്കിലും വെച്ചിട്ട് വേറെ ഏതെങ്കിലും ആൾക്കാർ പെടലടിച്ച് തിരിച്ചോന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര സീരിയസ് ആണ് വീണ ജോർജിന്, സോറി മന്ത്രി വീണ ജോർജിന്. പെടലില്ല. സത്യം പറഞ്ഞാൽ ഇവരൊന്നും മന്ത്രി എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. മന്ത്രിയല്ല ഇവർ. സത്യം പറഞ്ഞാൽ മന്ത്രി എന്ന് വിളിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോഴൊന്നും ആരുമില്ല, അതിന് മുമ്പേ. എക്സാമ്പിൾ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്, അച്യുതാനന്ദൻ സാറ്, ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതുപോലെ ഉമ്മൻചാണ്ടി സാറിന് നേരെ ഇതുപോലെ പുള്ളി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി കല്ലെറിയാൻ കണ്ടുണ്ടായി. പക്ഷെ എന്നിട്ടും എന്താ പുള്ളി പറഞ്ഞ കല്ലെറിഞ്ഞ ബ്ലഡ് സഹിതം വന്ന ആ ഒരു വീഡിയോ, ആ വീഡിയോ ഉണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ദാ എന്നിട്ടും പുള്ളി പറഞ്ഞത് എനിക്ക് പരാതിയില്ല. ആരാണോ എറിഞ്ഞത് അവർക്ക് മാപ്പ് നൽകിയെന്നാണ് അന്ന് പുള്ളി പറഞ്ഞത്. പക്ഷേ ഇത് ശരീരത്ത് പോലും തൊട്ടിട്ടില്ല. ഒരു 150 പോലീസുകാർ വട്ടം നിന്നിട്ട് പ്രതിഷേധിക്കാൻ വന്ന അത്രയും പേരെ കൈവയ്ക്കാൻ വരുന്നതിനെക്കാട്ടി മുന്നേ വീണ ജോർജിൻ്റെ ഗാർഡായിട്ട് നിന്ന പോലീസുകാർ തടയുന്നുണ്ട്. പക്ഷേ കൈവയ്ക്കാതെ പെടലി ഓൾറെഡി ഇങ്ങനായി. മറ്റേ മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, മോഹൻലാൽ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് ഇങ്ങനെ അടിക്കുന്നൊരു പടം ഉണ്ടല്ലോ. ആ പടത്തിനകത്ത് ഇവർ ഫൈനൽ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരാളെ കൊണ്ടുവരുന്നല്ലോ, ഒരു വീൽ ചെയറിലൊക്കെ ഇരുത്തി കൊണ്ടിട്ട് ഇങ്ങനെ സ്റ്റഡിയായിട്ട് ട്രെയിൻ അടിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പം മന്ത്രിയുടേത്. എന്ത് പറ്റിയതാണ് മന്ത്രി? ഒരു അവാർഡ് തരട്ടെ? അയ്യോ കഷ്ടമായി പോയി. ഇനി കിട്ടുമോ കസേര? അത് തീരാറായി വെടിയൊക്കെ. കുറച്ചുകൂടെ ആക്ട് ചെയ്തോ, നന്നായിട്ട് ആക്ട് ചെയ്തോ, കിട്ടും. അയ്യോ.